ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇന്ന് രാവിലെ നടന്നൊരു സംഭവം അത് രതീഷ് കുമാറിന് മുഖമടച്ചു കിട്ടിയ ഒരടിയായി മാറി. രാവിലെ എഴുന്നേറ്റ് അയാൾ നമ്മുടെ സുരേഷ് ഏട്ടനെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. എന്നാൽ സുരേഷ് ഏട്ടൻ ഉടനെ തന്നെ പറഞ്ഞു, നീ എന്നെ ഹഗ് ചെയ്യണ്ട, നീ എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ രതീഷ് പറഞ്ഞ മറുപടി, രാവിലെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയാണ്, ഒന്ന് ചാർജ് ചെയ്യുവാൻ വേണ്ടിയാണ് ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ വല്ല റെയിൽവേ സ്റ്റേഷനിലും പോടെ, അവിടെ പോയി ആരെങ്കിലും ഹഗ് ചെയ് എന്ന രീതിയിൽ അയാൾ വർത്തമാനം പറഞ്ഞു. രതീഷ് വീണ്ടും എന്തോ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, കൂടുതൽ വർത്തമാനമൊന്നും പറയാൻ വരണ്ട, കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പക്ഷേ അത് രതീഷിന് ശരിക്കും വല്ലാത്തൊരു ഷോക്കായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇന്നലത്തെയൊക്കെ ഷോ കണ്ടവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. രാവിലെ തന്നെ നടന്ന മറ്റൊരു സംഭവം, ജാൻമണി ഇതുപോലെ തന്നെ എഴുന്നേറ്റ് വന്ന് രതീഷിനെ ഒന്ന് ഹഗ് ചെയ്യാൻ ശ്രമിച്ചു. അത് രതീഷ് ഒരു വലിയ വിഷയമാക്കി മാറ്റി. രതീഷിനെ നമുക്കറിയാമല്ലോ, തൂണിലും തുരുമ്പിലും പുല്ലിലും പൂവിലും എല്ലാം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ ജാൻമണിയെ മോശക്കാരിയായി ചിത്രീകരിക്കുകയും താൻ എന്തോ വലിയ സംഭവമാണ് എന്ന് പറയുകയും താൻ കുടുംബസ്ഥനാണ്, പവിത്രമായ കുടുംബജീവിതത്തിന്റെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാണ്, എൻ്റെ ഭാര്യയുടെ പേരെടുത്ത് അവൾ സംസാരിച്ചു, അവൾ എന്നോട് കഴിഞ്ഞ ദിവസം ഐ ലവ് യു പറഞ്ഞു, ഇന്ന് രാവിലെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു, നാളെ എന്നെ ചുംബിക്കില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും, ഈ രീതിയിലൊക്കെയുള്ള സംസാരങ്ങളുമായിട്ട് ഒടുവിൽ ജാൻമണി കരഞ്ഞു. ജാൻമണി വന്ന് കൈകൂപ്പി സോറി പറയുകയും ഒക്കെ ചെയ്തു. വാസ്തവത്തിൽ ആ ഒരു സംഭവം ജാൻമണിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പ്രേക്ഷക സമൂഹത്തിന്റെ വൻ സപ്പോർട്ടാണ് ആ ഒരു വിഷയത്തിൽ കൂടി ജാൻമണിക്കുണ്ടായത്. ജാൻമണി ഒരിക്കലും മാപ്പ് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നവരും കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തോട്ടെ, പക്ഷേ ഇമാതിരി തോന്നിയവാസം കാണിച്ചുകൊണ്ടല്ല ഇത് ചെയ്യേണ്ടത്, ഇത് പക്ക വേർതിരിവായി പോയി എന്ന് പറഞ്ഞ് രതീഷിനെ കടന്നാക്രമിച്ച പ്രേക്ഷക സമൂഹം പതിനായിരങ്ങളാണ്. എന്തായാലും ജാൻമണിയെ മാത്രമല്ല ഈ സംഭവം ആ വീട്ടിലെ മറ്റു പല ആൾക്കാരെയും ഹേർട്ട് ചെയ്തു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത്. അതെ, താൻ വിതച്ചത് തനിക്ക് അടുത്ത രാവിലെ തന്നെ കൊയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു കാര്യം. എനിക്ക് തോന്നുന്നു ഇന്ന് നടക്കാൻ പോകുന്ന സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്, രതീഷ് ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് പെട്ടിയുമൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്ന ആ കാഴ്ച. അപ്പോൾ അതിന്റെ പിൻപിലും സുരേഷുമായിട്ടുള്ള ഒടക്കാണ്. അതെ, രതീഷിനെ പുകച്ചു പുറത്തു ചാടിക്കുക എന്നുള്ളതിന്റെ ആ കരുതിക്കൂട്ടിയുള്ള ആക്രമണത്തിന്റെ ആദ്യ സ്റ്റെപ്പാണോ സുരേഷ് വെച്ചിരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ലൈവിൽ ആ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.